Good morning. ഇന്ന് ബിമാജിക്കിന്റെ 2206 സൂം മീറ്റ് ആണ്. ഫണ്ണി ഗെയിംസ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം പ്രവീണ മാം. മാജിക് മോർണിംഗ് ഷൈന, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഫണ്ണി ഗെയിംസിലേക്ക് സ്വാഗതം. ക്യാമറ പൊസിഷൻ കുറച്ചുകൂടി നിങ്ങളെ മുഖം ഫുള്ള് കാണുന്നില്ല. കണ്ടില്ലേ? ക്യാമറ കുറച്ചുകൂടി മുകളിലേക്ക് ഇപ്പൊ കാണുന്നുണ്ടോ? കുറച്ചുകൂടി ഒക്കെ പോരാ. ഓക്കെ, ഒന്നുകൂടി കൊണ്ടിരിക്കേ. അടക്കട്ടെ, കുഴപ്പമില്ല. അപ്പോ എവറിത്തിങ് ഹാസ് എ പർപ്പസ്. യെസ്, ഇത് നമുക്ക് ഗെയിംസിലേക്ക് കണക്ട് ചെയ്യാം. എന്തായാലും ആ ഗെയിംസിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ടോപ്പിക്കിലേക്ക് കടന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് ഏത് ഗെയിംസിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഇത് പറയുന്ന സമയത്ത് ഓരോന്നും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഗെയിംസ് നമ്മുടെ ചുറ്റുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഗെയിംസ് അവെയർ ആകുന്നിടത്താണ് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുകയും. നമ്മളെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺവെർസേഷൻ ആണെങ്കിലും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ആണെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അല്ലെ, അവർ പറയുന്നത് കൃത്യമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പലരുടെയും സംസാരത്തിൽ അവർ നമ്മളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗെയിംസിനെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. ആ ഒരു ഫണ്ണി ഗെയിംസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ മറ്റു ഗെയിംസ് നമ്മുടെ പാമ്പും കോണിയോ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ ഗെയിംസിനെ പരിചയപ്പെടുത്താൻ ഒന്നുമല്ല ഈ ഒരു സെഷൻ ഞാനിത് ചൂസ് ചെയ്തത്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചില കോൺവെർസേഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആക്കേണ്ട ചില ഗെയിംസിനെ കുറിച്ചാണ്. അതൊരു പക്ഷെ എന്തായാലും അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും നീട്ടി ഞാൻ പറയുന്നില്ല. കാരണം അത് നമ്മുടെ വീടുകളിൽ തന്നെ നടക്കുന്ന ഒരുപാട് ഗെയിംസ് ആയിരിക്കാം. അത് കുട്ടികൾക്കിടയിലായിരിക്കാം, പാരന്റ്സിന്റെ ഇടയിലായിരിക്കാം, പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കാം, ബന്ധങ്ങൾക്കിടയിലായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനിടയിലായിരിക്കാം. അത്തരം ഒരുപാട് ഗെയിംസ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഗെയിംസ് നല്ല രീതിയിൽ പോകുമ്പോൾ ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ ഒരു സമയത്ത് ഈ ഫണ്ണി ഗെയിംസ് തന്നെ പറയണം എന്ന് ചൂസ് ചെയ്തതും അതിന് കാരണമുണ്ട്. ഈ ഗെയിംസ് ഒന്നും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ആ ഒരു ചുഴിയിൽ പെട്ടിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു എക്സാമ്പിൾ പറയണം. ഇപ്പൊ ജോൺ തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഈ ജോണ് ഒരു കൃത്യമായിട്ട് ജോൺ മനസ്സിലാക്കാൻ ഒരു കുറച്ച് സമയം എടുത്തു, രണ്ടു മൂന്ന് മാസങ്ങൾ എടുത്തിട്ടാണ് ജോൺ തന്റെ കൂട്ടുകാരനായ സാമുവൽ തന്നോട് കളിക്കുന്ന ഈ കളിയുടെ ഒരു കെട്ട് പൊട്ടിച്ചെടുത്ത് അതിൽ നിന്ന് റിലീസ് ആവാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജോണ് കൃത്യമായിട്ട് സാലറി കിട്ടുന്ന ദിവസം ഒന്നുകിൽ തലേന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ദിവസം കൃത്യമായിട്ട് സാമുവൽ എത്തി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ജോണിന്റെ അടുത്ത് നിന്ന് പൈസ കടം മേടിച്ചു കൊണ്ടുപോകും. അപ്പൊ ജോൺ വിചാരിക്കുന്ന ആ കാരണം എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ അദ്ദേഹം കളിക്കുന്ന കളി പിന്നീടാണ് ജോണിന് മനസ്സിലാവും. അപ്പൊ ജോൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് ഒരു സാലറി ഡേറ്റ് ഉണ്ട്, എന്റെ ഫ്രണ്ടായ സാമുവലിന് അതില്ല. അപ്പൊ ചിലപ്പം അവന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ വന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ പലപ്പോഴും സാമുവൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ്, ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ല തലേന്ന ദിവസം എന്തെങ്കിലും ഒരു എമർജൻസി പറഞ്ഞിട്ടായിരിക്കും കുറച്ച് ഫണ്ട് ജോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ മറ്റെന്തെങ്കിലും കാരണം. അപ്പൊ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോണിന് തിരിച്ചറിയാൻ കഴിയുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ സാമുവൽ കളിക്കുന്നുണ്ട് എന്ന് ജോൺ തിരിച്ചറിയാം. കാരണം കൊടുത്ത പൈസയാണെങ്കിലും അത് എടുക്കാൻ വേണ്ടി എടുക്കുന്ന അത് ഡയറക്റ്റ് ആയിട്ട് സാമുവലിന് പറയുകയായിരുന്നു. പക്ഷെ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് സാമുവൽ കളിക്കുന്ന ചില കളികൾ ജോൺ തിരിച്ചറിയാം. ചില സമയത്ത് ഹോസ്പിറ്റൽ കേസ് ആണ്, വീട്ടിലെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ണറുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ പാരന്റ്സിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫണ്ട് ജോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഇത് ഒരുതരം സൈക്കോളജിക്കൽ ഗെയിംസ് ആണ്.
പക്ഷെ ഈ ഗെയിംസിന് ഉൾപ്പെടെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ജോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നീട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി സാമുവൽ കളിക്കുന്ന ചില കളികൾ. അതായത് ഇപ്പൊ ഒരു 5000 രൂപ സാമുവൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 3000 രൂപ കൊടുത്തിട്ട് ഇനി മറ്റെന്തെങ്കിലും ഇപ്പോ ആ ഒരു അവരുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വീടിന്റെ ചുറ്റുവട്ടത്ത് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ആ ഓർഗനൈസേഷന് ചില ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ജോൺ കൊടുക്കേണ്ട പൈസ എന്ത് ചെയ്യും? ജോൺ ചിലപ്പം ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ സാമുവൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, നിയർ ബൈ ഓർഗനൈസേഷൻ ആണ്, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അപ്പൊ അതിനൊരു ഫണ്ട് റേസ് ചെയ്യാൻ പറഞ്ഞപ്പോ നിന്റെ പൈസയും കൂടി ഞാൻ കൊടുത്തു കേട്ടോ എന്ന് പറയും. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ മുന്നേ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം വാങ്ങിയ പൈസയിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്യുവേ. ഇതത് വൺ ഓഫ് സൈക്കോളജിക്കൽ. അപ്പൊ ഒരു 10000 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ നമുക്കും തിരിച്ച് ആ ഫണ്ട് അതേപോലെ 10000 കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഒരു കാര്യത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പകരം ഇത് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് 10000-ൽ നിന്ന് 1000 2000 ഒക്കെ മൈനസ് ചെയ്ത് നമുക്ക് ബാക്കി ഒരാൾ കൊണ്ടു തരുന്നത് ഒരു 7000 ആണെങ്കിൽ നമ്മൾ അന്തം വിടും. ഈ 10000 കൊടുത്തിട്ട് 7000 ആണോ തിരിച്ചു വരുന്നത്? സോ ദിസ് ഇസ് എ സൈക്കോളജിക്കൽ ഗെയിം സാമുവൽ ഈസ് പ്ലേയിങ്. പക്ഷെ അത് മറ്റു ചില ആവശ്യങ്ങൾക്കായിരുന്നു. പക്ഷെ അത് ജോണിന് മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഈ ഫണ്ട് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ജോണിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ദിസ് ഹാസ് ടു ബി റിട്ടേൺ ലൈക്ക് ദിസ്. ഇത് 10000 തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം, എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ടിങ്ങിലേക്ക് ഇത് എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ. വൺസ് ഐ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു, ബട്ട് ഹൗ ഹീസ് റെസ്പോണ്ട്. ഇത് സ്ഥിരമായിട്ട് കുറച്ച് കാലഘട്ടങ്ങളിൽ ഇത് തുടർന്നുകൊണ്ട് പോയപ്പോഴാണ് ജെയിംസ് തന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പതറുന്നതായിട്ടും ഇതിന് പിന്നിൽ സാമുവൽ കളിക്കുന്ന ചില ഗെയിംസും, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഫണ്ണി ഗെയിംസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരം ഫണ്ണി ഗെയിംസ് എവിടൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എറിക് ബേൺ പറയുന്ന പീപ്പിൾ പ്ലേ ഗെയിംസ് എന്ന പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതായത് വീട്ടിലാണെങ്കിലും കുട്ടികൾ കളിക്കുന്ന ചില കളികൾ അത് സ്ട്രേറ്റ് ഫോർവേഡ് ആക്കി തീർക്കാൻ നമ്മൾ എടുക്കേണ്ട ചില അവയർനെസ്സോട് കൂടിയിട്ടുള്ള ടിപ്സ് ഇതൊക്കെയാണ് എറിക് ബേൺ പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, അത് ഓണസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്, തിരിച്ചു ഞാനും അതാണോ എന്ന് കൂടി ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ ഫണ്ണി ഗെയിംസിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പൊ ഈ ഗെയിംസ് പ്ലേ റിവീൽസ് ഹ്യൂമൻ ബിഹേവിയർ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ സാമുവലിന്റെ കാര്യത്തിലാണെങ്കിലും സാമുവലിന് കൃത്യമായിട്ട് ആ എമൗണ്ട് തിരിച്ചു തരണം വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പൊ അതിന് സാമുവൽ പല പല സിറ്റുവേഷൻ ഉണ്ടാക്കി ആ എമൗണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് രീതിയിലാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ തിങ്ക് അബൌട്ട് ദിസ് ബിഹേവിയർ, ദിസ് ഇസ് എ ട്രാപ്പ്. അതൊരു ട്രാപ്പ് ആണെന്നുള്ള ജോൺ പിന്നെയാണ് തിരിച്ചറിയുന്നത്. പിന്നെ ആ അവയർനെസ്സിലൂടെ കൂടി പോകുമ്പോൾ മാത്രമേ ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും എന്ന് ജോൺ ആലോചിച്ച് തുടങ്ങുന്നു. അപ്പം അതായത് സാധാരണ വ്യക്തികളെല്ലാം തന്നെ രണ്ട് രീതിയിലാണ് പെരുമാറുന്നത്. ഒന്ന് സോഷ്യൽ ആയിട്ടും ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് അവർ പെരുമാറുന്നത്. ഒന്ന് സാമൂഹികപരമായിട്ട് ഒരു സമൂഹത്തിൽ തന്നെ അത്തരത്തിലൊരു പെരുമാറ്റത്തിലായിരിക്കും ചിലർ എന്തെങ്കിലും കൃത്യമായിട്ട് ഒരു 10000 നമ്മൾ ചോദിക്കാൻ അതെന്തെങ്കിലും പറഞ്ഞ സമയത്തിന് ഒരു 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് കുഴപ്പമില്ല. അപ്പം അത് അവർ മനസ്സിലാക്കുന്നത് അവർക്കും ആവശ്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഇനിയും വാങ്ങണമെങ്കിൽ ഇതൊരു സോഷ്യൽ ലെവലാണ്, എനിക്ക് ഇനിയും വാങ്ങണമെങ്കിൽ ഇപ്പൊ വാങ്ങിയത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നമ്മളൊരു ട്രാപ്പിൽ അവർ പെടുത്തിക്കളയും. അപ്പൊ ഈ ട്രാപ്പിൽ പലപ്പോഴും പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. മെനി റിലേഷൻസ് റൺ ഓൺ റിപ്പിറ്റേറ്റീവ് ഗെയിംസ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലപ്പോഴും അതെ വീടുകളിലായാലും ഈ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഒന്ന് അവയർനെസ്സോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഗെയിംസുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന് സ്ഥിരമായിട്ട് ഇത് കൊണ്ടുപോകുന്നത്? അത് നിങ്ങളുടെ സ്റ്റാഫ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, പലരുമായിരിക്കാം. ഒരു ഫണ്ട് ഇതേപോലെ ജോൺ കൊടുത്തിട്ട് ഈ ഫണ്ട് ജോൺ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് ഇന്ന ദിവസം തരണം. അപ്പൊ ജോണിന് അന്നേ ദിവസം അത് ആവശ്യമായി വന്നില്ല. അന്നേ ദിവസം അതായത് ജോണിന് ആ ദിവസം ഒരു കാര്യം നടത്തേണ്ടിയില്ലായിരുന്നു. അപ്പൊ ഇത് സാമുവൽ തിരിച്ചറിയുമ്പോൾ സാമുവൽ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം കൊടുക്കേണ്ട പണത്തെ കുറിച്ച് സാമുവൽ സംസാരിക്കുന്നേ ഇല്ല. നേരിട്ട് കണ്ടുമുട്ടിയാൽ പോലും സാമുവൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അപ്പൊ ജോൺ ചിന്തിക്കുന്ന എന്താണെന്നറിയോ?
ഓക്കെ ഇന്ന് എനിക്ക് ഞാൻ ഒരു ആവശ്യത്തിന് മാറ്റി, ഇന്നായിരുന്നു എനിക്ക് ആ പണം കിട്ടിയിരുന്നത്, ഇന്ന് എന്റെ ആവശ്യം അതായിരുന്നു. പക്ഷെ ഇന്നത്തെ ആവശ്യം എനിക്ക് ചില കാരണങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റേണ്ടി വരിക. അപ്പൊ കുഴപ്പമില്ല, സാമ്പൻ 2 ദിവസം അത് കയ്യിൽ വെച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ആ ദിവസം നമ്മൾക്കും വാങ്ങാം. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ ഒരു ഓപ്പൺനെസ്സോടുകൂടി സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാമുവൽ ആ രീതിയിലല്ല ശരി. സാമുവൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലുമില്ല. അതായത് തിരിച്ച് ആ ദിവസം കൊണ്ട് കൊടുക്കുകയോ ഇന്നേ ദിവസം ഞാൻ തരാമെന്ന് പറഞ്ഞത് എനിക്ക് ഇന്ന് ആവശ്യം എന്നൊരു കോൺവെർസേഷൻ പോലും അദ്ദേഹം നടത്തുന്നില്ല എന്നുള്ളത് സാമുവൽ പതുക്കെ 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 സാമുവൽ തിരിച്ചറിയാൻ തുടങ്ങി, അല്ല ജോൺ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ ജോൺ പിന്നീട് എടുത്ത തീരുമാനം ഇതാണ്: ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തെ ഒരു സമയത്തിനാണ് ഇപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ ഈ ഫണ്ട് കൊണ്ട് എനിക്ക് ആവശ്യമില്ലെങ്കിലും ആ കൃത്യമായിട്ടുള്ള ദിവസം ഇത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവരിങ്ങനെ ഗെയിംസ് കളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്റെ ആവശ്യമുള്ള സമയത്ത് അവർ ചോദിക്കുമ്പോൾ അവർക്ക് അപ്പൊ അവർ ചോദിക്കുന്ന, അയ്യോ നീ അന്ന് തന്നെ അത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് തരാമായിരുന്നു, അന്ന് ഞാനും വിട്ടുപോയി, നീ അത് ചോദിച്ചതുമില്ല, അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ 5000 രൂപയേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നെ തരാം. ഇതാണ് സാമുവൽ കളിക്കുന്ന പ്ലേ. ഇത് ജോൺ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പം ജോൺ മനസ്സിലാക്കുന്നത് പീപ്പിൾ ആർ, അതായത് എറിക് ബേൺ പറയുന്ന ഒരു കാര്യമാണ്, പീപ്പിൾ ആർ ഇൻ 3 സ്റ്റേറ്റിലാണ് സാധാരണ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന്, ഒരു പാരന്റ് സ്റ്റേറ്റിലാണ് പീപ്പിൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. 2, ഒരു അഡൽട്ട് സ്റ്റേറ്റിലാണ്. 3, ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേറ്റിലാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണം, വീട്ടില് ഒരു രാവിലെ ചില സമയത്ത് ജെൻസ് ഒക്കെ പുറത്തു പോകുന്ന സമയത്തുള്ള ഒരു തിരക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ചാവി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ്, എനിക്ക് പോകണം, അപ്പൊ നമ്മളും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കീ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കീ എവിടെയാണ് ഞാൻ വെച്ച് തരുന്നത്, കീ കണ്ടിരുന്നോ എന്നത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ അവിടെ ഗെയിം കളിച്ചു. കാരണം എന്താണ്, ഇത് മറ്റാരോ മാറ്റി വെച്ചു എന്നുള്ളൊരു രീതിയിൽ ഒരു ഗെയിമാണ് നമ്മളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കീ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, അതായത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, എന്റെ കീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഇത് കീ ആരാ ഇവിടുന്ന് മാറ്റി വെച്ചെന്ന രീതിയിലുള്ള അതായത് ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ ഒരു പക്ഷെ വൈഫ് ആണെങ്കിൽ ഉടനെ എന്താ പറയാ, ദേഷ്യവും ഒക്കെ കൂടി വരുമ്പോ അവർക്ക് തിരക്കിലായിരിക്കും. അവര് പറയും, നിങ്ങൾ നീ എന്തിനാ എനിക്ക് എന്ന് ചോദിക്കും പലപ്പോഴും. അത് നിങ്ങളെല്ലാം ഓടിക്കും, ഞാൻ ഓടിക്കാറില്ലല്ലോ. ദിസ് ഇസ് എ ചൈൽഡ്ഹുഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ഈഗോ സ്റ്റേറ്റ് ആണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻസിന് ബെറ്റർ. അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അതായത് ഞാൻ കീ ഇവിടെ വെച്ചിരുന്നു, അപ്പൊ അത് ഇപ്പോ ഞാൻ രാവിലെ എവിടെ വെച്ചു എന്നാണ് ഞാൻ ഞാൻ ഓർക്കുന്നത്. ഇതൊരു റാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. ഇതാണ് അഡൽട്ട് സ്റ്റേറ്റ്. നമ്മൾ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക, അതിനെ നമ്മൾ അഡൽട്ട് സ്റ്റേറ്റിലേക്ക് മാറ്റി കമ്മ്യൂണിക്കേഷൻ സ്ട്രേറ്റ് ഫോർവേഡ് ആക്കി മാറ്റുക. അതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. തിരിച്ച് അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗെയിമിൽ നിന്നുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം നമ്മൾ ആരെയും മാറ്റേണ്ട വ്യക്തികളല്ല, നമ്മളെ കൊണ്ട് ആരെയും മാറ്റാൻ സാധിക്കുകയില്ല. അപ്പൊ അത്തരത്തിൽ ഒരു വൈഫ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, ബിക്കോസ് ദേ ആർ ബിസി ഓർ ദേ ആർ ഡിസ്റ്റർബ്ഡ്. അതുകൊണ്ടാണ് ഒരു കുട്ടികളെ പോലെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ അത് എടുത്തു കൊടുക്കേണ്ടി വരൂ എന്നുള്ള ഉള്ളിലുള്ള ഭയവും ഒരു കൺഫ്യൂഷൻസിനും ഒക്കെയാണ് അവരത്തരം ഒരു ചൈൽഡ് സ്റ്റേജിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാൻ നിർബന്ധിതരാക്കും. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ഷീ സം ഹൗ ബിസി, ഡോണ്ട് ഡിസ്റ്റർബ് ഹർ എന്ന് മനസ്സിലാക്കി ആ ഗെയിമിൽ നിന്ന് നമ്മൾ അതിൽ കയറി ആ ഗെയിം കളിച്ച് രണ്ടുപേരും കൂടി അടിപിടി ഉണ്ടാക്കുന്നതിന് പകരം ആ ഗെയിം അവിടെ ക്ലാഷ് ആവും. അതിന് പകരം ഈ ഗെയിം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗെയിം തിരിച്ചറിഞ്ഞ് അതിന് ഞാൻ എങ്ങനെ ഈ കോലിട്ട് കളിക്കണം എന്നുള്ളത് മനസ്സിലാക്കി റിലാക്സ് ആൻഡ് ബി ഓൺ യുവർ ഗെയിം. ഫൈൻഡ് വേർ യു ഹാവ് കെപ്റ്റ്, എവിടെയാണ് നിങ്ങൾ ആ കീ വെച്ചതെന്ന് സമാധാനത്തോടു കൂടി അതിന്റെ ഒരു ആവശ്യകത മുൻനിർത്തി നിങ്ങൾ ആ ഗെയിമിൽ കളിക്കുക എന്നുകൂടി എപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ 3 ഈഗോ സ്റ്റേറ്റ് ഓർമ്മ വെക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഏത് ഈഗോ സ്റ്റേറ്റിൽ, അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതല്ലാതെ ഞാൻ ഒരു ജഡ്ജ്മെന്റൽ ബേസിൽ ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റിലാണോ അതൊരു ചൈൽഡ്ഹുഡ് ഈഗോ സ്റ്റേറ്റിലാണോ ബിഹേവ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതവിടെ ഓണസ്റ്റ് ആയിരിക്കില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണുള്ള സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിനെ കുറിച്ച് അവെയർ ആവുക എന്ന് മാത്രമേ
എറിക് ബേൺ പറയുന്നുള്ളൂ. അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ അവയർനെസ്സോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് കൂടി പറയും. ഇനി ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കോൺഫ്ലിക്റ്റ് ആവാനുള്ള മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്ടഡ് അല്ലെങ്കിൽ അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ആണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ ഈ കീ എവിടെ വെച്ചു കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നവര് കീ ഞാൻ ഇവിടെ വെച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ കീ വന്ന് എടുക്കാൻ നമ്മളെ സഹായിക്കണം എന്നാണ്. എന്തിനാണ് ഇത്തരം ഒരു എക്സ്പെക്ടേഷൻ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വൈ കാണ്ട് യു കമ്മ്യൂണിക്കേറ്റ് സ്ട്രേറ്റ് ഫോർവേഡ്? യെസ്, ഞാൻ ഈ കീ എന്റെ കീ ഒന്ന് എടുക്കാൻ സഹായിക്കാമോ, എനിക്ക് പോകാൻ സമയമില്ല, എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇറ്റ്സ് ഓപ്പൺ. ഇവിടെ ഒരു അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും, ഒന്ന് അത് ഹെൽപ്പ് ചെയ്യാമോ, പോകാൻ സമയമായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തരും, ഒത്തിരി തിരക്കായി, അവിടെ എത്തിയിട്ട് ഇന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഓപ്പൺ ദാറ്റ് വൺ. സോ ഹിയർ വി ആർ ഓൾസോ പ്ലേയിങ് സം ഗെയിംസ്. ഈ ഗെയിംസിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഗെയിംസ് എന്തുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇതിന് സീരിയസ് ആയിട്ട് എടുക്കേണ്ടവർ ഇതൊക്കെ ഒരു കളികളായിട്ട് കണ്ട് ആ കളികളിൽ നിന്ന് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരു ഫണ്ണി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ജോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് 10 ദിവസം, എനിക്ക് ജോൺ 10-ാം തീയതി കൊടുക്കുമ്പോൾ എനിക്കൊരു 15-ാം തീയതി എനിക്ക് ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ കൃത്യം 15-ന്റെ തലേ ദിവസം സാമുവിനെ വിളിച്ചു പറയും, അവളെ നാളെ പൈസ തരാൻ പറഞ്ഞ ദിവസം കേട്ടോ, നാളെ ഇന്ന കാര്യത്തിൽ എനിക്ക് നാളെ കാശ് കിട്ടിയിട്ട് അതാ ചെയ്യാൻ ഇന്ന കാര്യത്തിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ അത് ഒക്കെ പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയുക. പിറ്റേന്നത്തെ കാര്യം സാമുവിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഒരു പ്രാവശ്യം അത് പിന്നീട് ഈ ഗെയിംസ് അത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ ഗെയിംസിൽ നമ്മൾ ഇനി എങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടത് അവയർനെസ്. നെക്സ്റ്റ് ടൈം ബിഫോർ ഹാൻഡിങ് ഓവർ ദിസ് മണി, അതായത് നെക്സ്റ്റ് ടൈം ഞാൻ സാമുവൽ ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ പറയുന്ന ദിവസം എനിക്ക് തിരിച്ചു തരാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അൺഎക്സ്പെക്ടഡ് ആണെങ്കിൽ അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ഒഴിവാക്കുക. ഓപ്പൺ ദാറ്റ് വൺ. ഇനി മൂന്നാമതും ഈ വ്യക്തി വീണ്ടും അന്നേ ദിവസം തന്നില്ലെങ്കിൽ, സോറി, ഐ കുഡിൻ ഗിവ് യു ദ മണി. എനിക്ക് സമയത്തിന് തിരിച്ചു കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം, ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. നിങ്ങളുടെ ഇതിനെല്ലാം, നിങ്ങൾ ചെയ്യുന്ന ഈ ഗെയിംസിനെല്ലാം ഞാൻ പൂർണ്ണമായി റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഇത് 2-3 തവണ ഇത്തരം ഒരു അവസരം ഉണ്ടായതുകൊണ്ട് ഇനി എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ, അങ്ങനെ പറയാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് എന്താണോ അതിനു വേണ്ടി ആ പണം സ്പെൻഡ് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ അപ്പ് വാട്ട് യു ആർ എക്സ്പെക്ടിങ്. അൺസ്പോക്കൺ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒഴിവാക്കുക എന്ന് പ്രത്യേകം പറയണം. വീടുകളിലാണെങ്കിലും കുട്ടികൾ കളിക്കുന്ന ചില കളികൾ, അത് നമ്മളെ എങ്ങനെയാണ്, ഇപ്പൊ ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും അൺസ്പോക്കൺ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ പാർട്ട്ണർ ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ചില സമയത്ത് നമുക്കൊരു അഡ്വൈസ് വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് വരും. അതായത് എനിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, എന്നോട് കുറച്ചു നേരം സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളടുത്ത് വന്ന് സംസാരിക്കും. ഈ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് പോയി ഇവൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്, ശരി അവൻ എന്തെങ്കിലും ഉണ്ടല്ലോ, ശരി നീ ഒരു 1000 രൂപ കയ്യിൽ വെക്കും, നിനക്ക് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, നിനക്കത് കിട്ടുമ്പോൾ തന്നാൽ മതി, കയ്യിൽ വെക്കുക എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദിസ് ഇസ് എ ഹിഡൻ ഗെയിം. കാരണം അവര് വന്നിരിക്കുന്നത് നമ്മളോട് ഒരു അഡ്വൈസുമായിട്ടാണ്, നമ്മളോട് ഒരു അഡ്വൈസ് ചോദിച്ചുകൊണ്ടാണ്. പക്ഷെ തിരിച്ചു പോകുന്നത് അവര് പോക്കറ്റ് ഫുള്ളാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ദിസ് ഇസ് എ ഹിഡൻ ഫണ്ണി ഗെയിം യൂസ് ടു പ്ലേ. ഇതുപോലെ പലരിടത്തും അവർ ഇത്തരം ഗെയിം കളിച്ച് അവരുടെ പലപ്പോഴും ആവശ്യങ്ങൾ നടത്തി പോകുന്നവരുണ്ട്. പക്ഷെ ഒരിക്കലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം ഹിഡൻ ഗെയിംസിനെ മനസ്സിലാക്കി അവർ ഒരു അത്തരത്തിലൊരു നമ്മളടുത്ത് വരുന്നത് ഒരു കാര്യമായിട്ടും തിരിച്ചു പോകുന്നത് അവരുടെ കാര്യം നേടിയെടുത്ത് പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. മിക്കവരിലും ഈ പണത്തിന്റെ പ്രശ്നം അങ്ങനെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഗെയിംസ് തിരിച്ചറിയുക. ഹെൽത്തി കമ്മ്യൂണിക്കേഷന് ഏറ്റവും വേണ്ടത് എറിക് ബേൺ ഓർമ്മപ്പെടുത്തുന്നത് ഒരു അഡൽട്ട് സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അഡൽട്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എല്ലാം റാഷണൽ ആണ്, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അത് പണത്തിന്റെ കാര്യമാണെങ്കിലും വീട്ടിലുള്ള കാര്യത്തിലാണെങ്കിലും. അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻസിന് വഴി വെക്കാതിരിക്കുക. എപ്പോഴും അഡൽട്ട് സ്റ്റേറ്റിൽ, ആ അഡൽട്ട് സ്റ്റേറ്റിൽ എങ്ങനെ മാറുന്നു വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചൈൽഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യപ്പെടാതെ ഒരു കുട്ടികളെ പോലെ ഒരു സീരിയസ്നെസ്, റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറും. ഇപ്പൊ നേരത്തെ കീ പറഞ്ഞ കാര്യം, കീ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോയിക്കോട്ടെ, അതൊരു കുട്ടിത്വം അല്ലെങ്കിൽ മാറാത്ത ഒരു കളിയാണ്. അതായത്
എനിക്കിപ്പോ അതൊന്നും തന്നെ ആവശ്യം, എനിക്ക് ഇതാണ് ആവശ്യം എന്ന് ചിന്തിക്കുന്നു. പക്ഷെ പാരന്റ് സ്റ്റേറ്റിലാണെങ്കിലും വൈഫ് എങ്ങനെ പറയും, അത് ആ കൃത്യസമയത്തിന് ആ ഒരു സ്ഥലം അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതൊരു ഹാങ്ങിങ് ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്തുകൊണ്ട്, ഇത് പാരന്റ് സ്റ്റേറ്റ് ആണ്. ചൈൽഡ്ഹുഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൈ നിങ്ങൾ തപ്പിയെടുത്ത് കൊണ്ടുപോകണം. ഇത് ഒരു ചൈൽഡ് സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണം? ഈ ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർക്കുക, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോ ഉള്ളത് എന്നൊരു അവയർനെസ്സിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അത് കണ്ടുപിടിച്ചുകൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അൺസ്പോക്കൺ അല്ലാതെ ഓപ്പൺ സ്ട്രേറ്റ് ഫോർവേഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, ഞാനൊരു അഡൽ സ്റ്റേറ്റിൽ നിന്നാണോ സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ അവിടെ നിന്ന് അത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അതിന്റെ ഓരോ കാര്യങ്ങളിലും എന്നോട് മറ്റുള്ളവർ കളിക്കുന്ന ഗെയിംസും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസും തിരിച്ചറിഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഞാൻ മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഗെയിംസ് നന്നായി കളിക്കാനാണ് എപ്പോഴും നമ്മൾ ഓരോരുത്തരും. കാരണം എല്ലാവരുടെ മോട്ടീവ്സിലും എല്ലാവരുടെ ഈ ഗെയിംസിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു മോട്ടീവ്സ് ഉണ്ടാവും. കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. എങ്ങനെയാണ് മറ്റുള്ളവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുക. എനിക്ക് ഏതൊക്കെ രീതിയിൽ എന്റെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള കാര്യവും മനസ്സിലാക്കാം. അതിലൂടെ മുന്നോട്ട് പോകാം. സോ അവയർനെസ് ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് മാനിപ്പുലേറ്റീവ് പാറ്റേൺസ്. അപ്പൊ ഇത്തരം ഗെയിംസ് ഒരു പാറ്റേൺ ആയിട്ട് ചിലർ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും നമ്മളുടെ ഒരു കരിയറിന്റെ പാത്തിലാണെങ്കിലും ഒക്കെ ഒരു അൺറെപ്പറ്റേറ്റീവ് പാറ്റേൺസ്. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറയണം, ഇപ്പൊ ഓഫീസുകളിലാണെങ്കിൽ ഒരു നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചിലരെടുക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. അത് സ്ഥിരമായിട്ട് അവർ ഓരോ കാര്യങ്ങളും നമ്മളെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ചില സംസാരം. ഈ ഗെയിംസിൽ നമ്മൾ അവയർനെസ്സോട് കൂടി റെസ്പോണ്ട് ചെയ്യുന്നത്. അവർ കാണിക്കുന്ന ഗെയിംസിൽ ചിലപ്പോൾ നമുക്ക് പോലും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഗെയിംസ് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ റിയാക്ട് ചെയ്യുന്നതിന് വരെ, കാരണം റിയാക്ട് ചെയ്താൽ നമ്മൾ അവിടെ പരിഹാസിതരാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. അതൊരു ഇന്നർ സെൽഫിൽ നിന്ന് വരേണ്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു അത്രയും ഒരു ഉയർന്ന രീതിയിലേക്ക് ഒരു അവയർനെസ്സോട് കൂടി ഒരു ഇന്നർ സെൽഫിനെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാത്ത രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇന്നർ സെൽഫിനെ ബിൽഡപ്പ് ചെയ്യുക. നമ്മുടെ ഇന്നർ തോട്ടിനെ ഒരു തേർഡ് ഐനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും നമ്മളോട് കളിക്കുന്ന മാനിപ്പുലേറ്റീവ് ഗെയിംസ്, നമ്മൾ കളിക്കുന്ന ചില ഗെയിംസ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനും, മറിച്ച് അവർ നമ്മളോട് കളിക്കുന്ന പാറ്റേൺസ് എന്താണെന്നുള്ള മനസ്സിലാക്കി ആ ഗെയിംസിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. കൂടുതൽ എക്സാമ്പിളിലേക്ക് ഞാൻ പോകാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊരു ഗെയിം ആയിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എറിക് ബേൺ പറയുന്നത്. കാരണം ഇതെല്ലാം ഒരു കളികളാണ്. ഓരോരുത്തരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവര് കളിക്കുന്ന ചില കളികൾ. ആ കളികളിൽ ഞാൻ വീണു പോകുന്നുണ്ടോ, അതോ ഞാൻ ഫിഫ വേൾഡ് കപ്പിൽ പോലെ നല്ല രീതിയിൽ ഒരു ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. പോസ്റ്റിൽ അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടങ്ങൾ കൂടുതൽ വരുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ അടിക്കുന്ന ഗോൾ അറ്റ്ലീസ്റ്റ് ഗോൾ പോസ്റ്റിൽ എത്തിയിട്ടില്ലെങ്കിലും അത് എനിക്ക് തിരിച്ചടിച്ച് എന്റെ ശരീരത്തിൽ പരിക്കുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് കളിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ശക്തിയും ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവട്ടെ. ആ ഒരു ഇന്നർ തോട്ടിലേക്ക് സ്വയം ഒരു ഉയർന്ന തലത്തിലേക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു വിസ്ഡം, അതാണ് ഒരു പാണ്ഡിത്യം. ഇത് കളിക്കുന്നത് ഒരു കളിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ കളിക്കേണ്ടത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചെടുക്കുക. അതൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഇന്നർ സെൽഫിലൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അത്തരം ഒരു തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു നെർവ് ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ കൈകൾ, എന്റെ കൈ കാണുന്നുണ്ടോ? ലാസ്റ്റ് വിരലും ഫസ്റ്റ് വിരലും നിവർത്തി പിടിക്കുക, 3 വിരലും ചുരുട്ടി പിടിക്കുക, ഇങ്ങനെ. യെസ്, ഇത് 2 കൈയിലും പിടിക്കുക. ഇത് ഉള്ളിലേക്ക് ഒരു സൂപ്പർ പവർ കൊണ്ടുവരാൻ, ഒരു തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെടാനൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഒരു ആക്ടിവിറ്റി, ഒരു തോട്ട് ഉള്ളിൽ വരാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്.
അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത് എണ്ണി ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതായത് ഉള്ളിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇത് നമ്മളെ ഏറെ സഹായിക്കും എന്നത് തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറയുന്നത് പോലെ. പെട്ടെന്ന് നമുക്കൊരു തോട്ട് ഇതും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇത് ദിവസവും രാവിലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഉള്ളിലുള്ള നെർവസ് സിസ്റ്റത്തിലുള്ള മാറ്റം തിരിച്ചറിയണം. അതല്ലാതെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു ഇന്നർ തോട്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഷെബിട്ടിലിരുന്ന് ട്രെയിനിൽ ഇരുന്നപ്പോൾ ഒരു 4-5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പൊ ഇന്നിങ്ങനെ കുറെ നേരം ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇയർഫോൺ എടുത്തിട്ട് ചെവിട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, മൊബൈലിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റേഷൻ എത്താൻ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താനായ സമയത്ത് ഇയർഫോൺ രണ്ടും ഞാൻ ഊരിയിട്ട് ഇത് എവിടെ വെക്കണം. അപ്പൊ ഒരു ഇയർഫോൺ എന്റെ ഇതിലുള്ളൂ, മറ്റേത് ഞാൻ എവിടെ വെച്ചു എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒന്ന് എടുത്തിട്ട് എന്റെ പോക്കറ്റിലിട്ടു, ചുരിദാറിന്റെ പോക്കറ്റിലിട്ടു. അപ്പൊ എനിക്ക് ഇത് എവിടെ, ബാഗിലൊക്കെ ഞാൻ തപ്പി ഇയർഫോണിന്റെ സാഷ എവിടെയാന്ന് നോക്കിയപ്പോ ഇത് ചാർജ് ചെയ്യുന്ന പോയിന്റും കൂടിയാണല്ലോ സാധനം. അത് എടുത്ത് നോക്കിയിട്ട് ബാഗിൽ കാണില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ സമയത്ത് ബാഗിൽ കൈയിട്ട് നോക്കിയിട്ട് കാണായിട്ടായിരിക്കും, ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നൊരു തോട്ട്. അതായത് എന്റെ മറ്റേ റാക്കിൽ വെച്ച ബാഗൊക്കെ എടുത്ത് എന്റെ സൈഡ് ബാഗൊക്കെ തൂക്കി ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നിന്നു. അപ്പൊ എന്റെ ഉള്ളിലൊന്ന് തോന്നി, എന്റെ മൊബൈൽ ടോർച്ച് ഒന്ന് എടുത്ത് എന്തായാലും എനിക്ക് ഒന്ന് താഴെ ഒന്ന് ലൈറ്റ് അടിച്ചു നോക്കാം. ഇറങ്ങാൻ സമയമായി, വണ്ടി ഇങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തി ഇങ്ങനെ പതുക്കെ സ്ലോ. അപ്പൊ ഞാൻ ഉടനെ എന്റെ ഒരു തോട്ട് വന്നതല്ലേ, എന്നെ വെറുതെ മിസ്സാക്കണ്ട എന്ന് പറഞ്ഞു മൊബൈൽ ടോർച്ച് ഓൺ ചെയ്ത് ഞാൻ ഇങ്ങനെ സീറ്റിന്റെ അടിയിലേക്ക് വെച്ചു. എന്റെ അടുത്ത് എന്ത് പറ്റി ചേച്ചി? ഒന്നുമില്ല, ഞാൻ എന്റെ ഇയർഫോണിന്റെ ഇതവിടെ ഉണ്ടോന്ന് വിചാരിച്ചു നോക്കി, ബാഗിൽ ഉണ്ടാവും, എന്നാലും ഒന്ന് നോക്കട്ടെ, ഇറങ്ങാൻ പോവല്ലേ, ഇനി വല്ലത് വീണ് പോയിട്ടുണ്ടോന്ന് അറിയില്ല, ഇറക്കുന്ന ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പൊ വെറുതെ എടുത്ത് താഴേക്ക് നോക്കിയപ്പോ തൊട്ട് മുന്നത്തെ സീറ്റിന്റെ ചൂട്ടിൽ എന്റെ ഇയർഫോണിന്റെ ആ ഒരു കണ്ടെയ്നർ, ആ ഒരു സാധനം അവിടെ വീണ് കിടക്കുന്നു. സി, അത് ആ ഒരു സമയത്ത് തോന്നിയ സൂപ്പർ നാച്ചുറൽ പവറാണ്. അതല്ല അതെന്റെ ബാഗിൽ തന്നെ ഉണ്ടാവും എന്ന് നേരത്തെ തോന്നലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടത് പോലും ഞാൻ അറിയില്ല, വീട്ടിലെത്തുമ്പോഴാണ് തപ്പി നോക്കുന്നത്. ആ കൃത്യസമയത്ത് നമുക്ക് തോന്നിയ ഒരു സൂപ്പർ നാച്ചുറൽ പവർ തന്നെയാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഇത് എന്റെ ഉള്ളിൽ ആ സമയത്ത് തോന്നി, ജസ്റ്റ് നോക്കിക്കളയാം, നോക്കുന്നുണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ ആ മൊബൈൽ ടോർച്ച് എടുത്ത് നോക്കിയത് കൊണ്ട് എന്തായി, തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഉള്ള സീറ്റിന്റെ കാലിന്റെ ചുവട്ടിൽ എന്റെ ഈ ഇയർഫോണിന്റെ കേസ് താഴെ കിടപ്പുണ്ട്. അത് ഞാൻ നോക്കാതെ പോയിരുന്നെങ്കിലും. സോ ചില സമയത്ത് നമുക്ക് തോന്നി സൂപ്പർ നാച്ചുറൽ പവറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് ചിലപ്പോൾ ഞാൻ വണ്ടി അങ്ങ് പോയിന്നിരിക്കാം, ഈശ്വര അന്നേരം എനിക്ക് തോന്നിയതാണ് മൊബൈൽ ടോർച്ച് എടുത്തൊന്ന് അടിച്ചു നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയിരുന്നെങ്കിലോ. കണ്ടോ, പിന്നീടാണ് ചിന്തിക്കുന്നത്. അതിന് പകരം ഈ ചിന്ത വന്ന ഉടനെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ഇത് സാധ്യമായത്. അപ്പം അത്തരം ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് പോകാൻ ഒരു അവയർനെസ് ആവശ്യമാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ട്രാവലിംഗിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വീടുകളിൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഗെയിംസ്, നമ്മുടെ അത് ഫിനാൻഷ്യൽ ലെവലിലാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ ലെവലാണെങ്കിലും ഏതൊക്കെ തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ഓരോരുത്തരും നടത്തുന്ന റിപ്പിറ്റേറ്റീവ് പാറ്റേൺസിനെ കുറിച്ച് അവെയർ ആകുക, ഒബ്സർവ് ചെയ്യുക. ഇവിടെയാണ് സൈക്കോളജിക്കൽ ഗെയിംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നത്, ഒബ്സർവ് ഹൗ ദ അതേഴ്സ് ആർ പ്ലേയിങ് ഫണ്ണി ഗെയിംസ്. അങ്ങനെ എടുത്താൽ മതി ഇതിന്, ഫണ്ണി ഗെയിംസ്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇത്തരം രസകരമായ കളികൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫീൽ ബെറ്റർ. നമുക്കത് കുറച്ച് എളുപ്പമാവും. എങ്ങനെ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രേറ്റ് ഫോർവേഡ് ആവാനും അൺസ്പോക്കൺ എക്സ്പെക്ടേഷന് കാത്തു നിൽക്കാതെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളെ ഏറെ സഹായിക്കും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, കൂടുതൽ എലാബറേറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം. നമ്മൾ അതിനെ പലപ്പോഴും അവർക്കത് പറയാൻ വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ അവർ മറന്നുപോയതായിരിക്കും എന്ന്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും എനിക്കത് തരാതെ പോയത്. ഇതൊക്കെ ഓരോരുത്തരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസ് ആണ്.
നമ്മൾ ചിലപ്പോ ഫോൺ എടുത്തിട്ട് നമ്മൾ രാവിലെ ഒരു ഫോൺ വിളിച്ചു എന്ന് വിചാരിക്കാം. വിളിച്ചിട്ട് അവർ നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചു. ശരി, അവര് എടുക്കേണ്ട ആള് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലോ യാത്രയിലൊക്കെ ആണെങ്കിലും നോ വൺ ഈസ് ദാറ്റ് മച്ച് ബിസി ടു കോൾ ബാക്ക് എന്ന് പറയുന്നത്. ആരും ഇന്നത്തെ കാലത്ത് തിരിച്ചു വിളിക്കാനൊന്നും സമയമില്ലാത്ത തിരക്കുകളൊന്നുമല്ല. സോ ദേ ആർ ഡൂയിങ് സം ഗെയിംസ്, ദേ ഡോണ്ട് വാണ്ട് ടു കോൾ ബാക്ക്. അവര് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതൊരു അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കും. എന്നാലും നമ്മൾ വിളിച്ചിട്ട് അവർ തിരിച്ചു വിളിച്ചില്ലേ. സോ വെയിറ്റ് ടിൽ ദർ കോൾ കംസ്. അവർ തിരിച്ചു വിളിക്കുന്നില്ല എങ്കിൽ അവർ മറന്നുപോയി എന്നൊരു വാക്കാണെങ്കിൽ അതൊരു ഫണ്ണി ഗെയിം ആയിട്ട് മനസ്സിലാക്കും. കാരണം അതൊരു വാല്യൂ ഉള്ള ഒരു കോൾ ആയിരുന്നെങ്കിൽ, അവർ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കോൾ ബാക്ക്. സോ ലീവ് ദം ആൻഡ് ഒരു അവയർനെസ്സോട് കൂടി അവരെ അവരുടെ വഴിക്ക് വിട്ട് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് അത്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗെയിംസിനെ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്വന്തം അവയർനെസ്സിൽ നിന്ന് ഒരു ഇന്ന തലത്തിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് പറയാനുള്ള കാരണം, ഇത്തരം ബുക്സും ക്ലാസ്സുകളും എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊരു പാറ്റേണിനെ അതിനെ സ്വീകരിക്കാതിരിക്കുക. ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു അവയർനെസ്സിനാണ്. പക്ഷെ ആ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ സെൽഫിന്, ഓരോരുത്തർക്കും ഇന്നർ സെൽഫിലുള്ള പീസ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു പീസിലേക്ക് നമ്മൾ വരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ഇന്നർ സെൽഫ് ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗെയിംസിനും തിരിച്ചറിയാനും അതിനെ രസകരമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കും. ഇവിടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഒബ്സർവ്, ഫൈൻഡ് വാട്ട് ഗെയിംസ് ആർ അതേഴ്സ് പ്ലേയിങ്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണോ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ, ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. ചിലവർ നമ്മളോട് ഒരു പാരന്റ് സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് നമ്മളോട് റിയാക്ട് ചെയ്യുന്നതാണ്. അത് കരിയറിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. സ്ഥിരം എന്നിട്ട് നമ്മൾ അവർ പറയുന്നത് എന്താ, നിന്റെ ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാണ്. ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ഗെയിംസിനെ മനസ്സിലാക്കി അവയർനെസ്സോട് കൂടി പോകാൻ ഉള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഫണ്ണി ഗെയിംസിൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊരു അവയർനെസ്സിലേക്ക് എത്താൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. നല്ലൊരു വിഷയമായിരുന്നു. ഫണ്ണി ഗെയിമിനെ മാം പറഞ്ഞു തന്നു. ഫണ്ണി ഗെയിംസിന്റെ അത് എന്താണെന്ന് മാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക, സംശയമുള്ളത് ചോദിക്കുക. അതിനുള്ള ടൈമാണിപ്പോൾ. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. 2 ദിവസം നല്ല പനിക്കിടക്കയിലായിരുന്നു ഞാൻ. ഇന്നലെ ഇന്ന് മാമിന്റെ ഇത് കേൾക്കാം. ശരിയാ, നമ്മൾ പലപ്പോഴും അറിയാറുണ്ട് നമ്മൾ കളിപ്പിക്കപ്പെടുകയാണെന്ന്. ചിലപ്പോ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല, കാരണം പ്രതികരിച്ചാൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം അടക്കി പിടിച്ച് അവരുടെ കളിക്കൊപ്പം നിന്നു കൊടുക്കുക പതിവ്. വീട്ടിലായാലും ചിലപ്പോ മക്കൾ വരെ കളിപ്പിക്കാറുണ്ട്. അറിഞ്ഞു വെച്ചോണ്ട് നിൽക്കും. ഇന്നും മാം പറഞ്ഞപ്പോ ഒക്കെ ഞാൻ അത് ചിന്തിക്കുകയായിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമ്മളെ കളിപ്പിക്കാൻ പറ്റുന്നതെന്ന് അറിഞ്ഞു പോയാൽ നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എന്നെ കളിപ്പിക്കാറുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഇതുകൊണ്ടാണ് ഇപ്പൊ മേഘ, താങ്ക് യു ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇത്രയും ഈ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ മേഘ പറഞ്ഞു, വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും. ഇതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസ് കൂടുതൽ പറയാതിരുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് കളിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരായിരിക്കും ഇതിപ്പോ എന്താ പ്രശ്നം, ആ കുട്ടി അങ്ങനെയല്ല, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സി, ഞാൻ ഇവിടെ ഒരു ബോൾ പോലെ തട്ടിക്കളിക്കപ്പെടുകയാണ്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ എന്തൊക്കെയോ ഗെയിംസിൽ പെട്ടുപോകുന്നുണ്ട്. അത് മനസ്സിലാക്കി ഞാൻ ആ ഗെയിമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഗെയിം തുടർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചില കളികൾ നമ്മളും കളിച്ച് നമ്മൾ ഗോൾ അടിക്കുക. അതെങ്ങനെ അടിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോ ഇൻസിഡന്റും വെച്ച് നിങ്ങൾ മനസ്സിലാക്കി
നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോണ്ട്. നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ഒരു 4-5 മാസം ജോൺ പെട്ടു. പക്ഷെ ആ ബന്ധം കൊണ്ടുപോകണം എന്നുള്ളത് ജോണിന് നിർബന്ധമാണ്. കാരണം എന്റെ ഒരു ഫ്രണ്ടാണ് എന്നുള്ളത് ഗെയിമാണ് അവൻ്റെത്. പക്ഷെ അതിൽ ഞാൻ ആ ഗെയിമിൽ വീഴാതെ അത് എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾക്ക് മുറിവേൽക്കാതെ എങ്ങനെ കളിക്കണം എന്ന് ഞാൻ ഒന്ന് മുൻകൂട്ടി കളിച്ചുകൊണ്ട് ആ കളിയുടെ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ജോൺ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കളികൾ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ഇത് ബുദ്ധിപരമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി, ഫണ്ണിയായിട്ട് എടുക്കാം. അവര് കളിക്കട്ടേനെ. എന്റെ ആ കളിയിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കണം, ഞാൻ എവിടെ നിൽക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അടുത്ത ആള് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നന്നായിരുന്നു മാം. സംഗതി മനസ്സിലായി. നമ്മളിപ്പം ഇങ്ങനെയുള്ള ഗെയിംസ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, അതുപോലെ നമ്മൾ കളിക്കാറുണ്ട്. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ അതൊരു ഫണ്ണി ഗെയിമായിട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് അത് തിരിച്ചറിയാനും അതിനനുസരിച്ച് പെരുമാറാനും പറ്റും. പലപ്പോഴും നമ്മൾക്ക് ഓഫീസിലെല്ലാം ഉള്ള സമയത്ത് ഇതാ ഒരു കാര്യം ചെയ്യണം, ഇത് ചെയ്യാണ്ടുണ്ട് എന്ന് പറയുന്നതിന് ബദല് നീ ചെയ്താലേ ശരിയാവുള്ളൂ, മറ്റേ ശ്യാമ് ചെയ്താല് തീരെ ശരിയാവില്ല, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് അത് മോശമായിപ്പോയി, അതുകൊണ്ട് നീ തന്നെ ചെയ്യണം, അങ്ങനെ ഒന്ന് പറയാനുണ്ടാകുക. അപ്പം അതുപോലെ തന്നെയാണ് വീട്ടില് കാര്യങ്ങൾ വന്നിട്ട് ചെയ്യാൻ. എനിക്ക് എന്റെ സ്കൂട്ടറിന്റെ താക്കോല് വേണം എന്നുള്ള ഒരാള് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കും. അപ്പൊ ആദ്യം വന്ന് ചോദിക്കാണ്, എനിക്ക് എവിടെയും പോകാനുണ്ടോ? ഇല്ല, എനിക്ക് ഒന്ന് കുട്ടീന്റെ അഡ്മിഷൻ ഉണ്ട്, ഒന്ന് അതുവരെ പോകണം. ഇയാൾക്ക് വേറെ എന്തോ സൂപ്പർ മാർക്കറ്റിന് സാധനം വാങ്ങാനാണ്. പക്ഷെ ഒരു നേരിട്ടൊരു കളവ് പറഞ്ഞിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചില സമയത്ത് മാം പറഞ്ഞ പോലെ ഈ അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അത് ശരിക്ക് നമ്മൾ കാണും. അവരെ കളികളിലൂടെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇന്നത് ആവശ്യമുണ്ട്. ഇപ്പം വളരെ ബേജാറായി കളിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാം. എന്നിട്ട് അവരെ ഇന്നതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിലേക്ക് വീഴ്ത്തുക. ഇപ്പൊ കാര്യം ഉദാഹരണം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമ്മളും ചില ആൾക്കാരോട് അങ്ങനെയൊക്കെ ചെറിയ കളികളൊക്കെ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ സംഗതി അതൊരു ഫണ്ണിയായിട്ട് എടുത്തിട്ട് വളരെ സീരിയസ് അല്ലാണ്ട് എടുത്തിട്ട് നമുക്ക് മനസ്സിലായിട്ട് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഇത് വരിക. പിന്നെ മാം പറഞ്ഞ മാതിരി ഈ തേർഡ് ഐന്റെ ഒരു ആക്ടിവേഷൻ വളരെ നന്നാവും. ചില സമയത്ത് നമ്മൾ എന്താ പറയാ, ഒരു 6th സെൻസ് വർക്ക് ചെയ്തെന്നാണ് ഞാൻ അത് വിചാരിച്ചത്. അങ്ങനെയാണ് ഉണ്ടായത്. ഏതായാലും നന്നായിരുന്നു മാം. താങ്ക് യു തരും. താങ്ക് യു മണിസർ. മണിസർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുക്കാം. കാരണം ഓഫീസിൽ കണ്ടോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്താൽ നീ ചെയ്താൽ ശരിയാവും. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഓൾറെഡി ചെയ്യാനുള്ള വർക്കുകളെ പെൻഡിങ് ആണ്. അവർക്ക് അത് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടണം. അത് ശരിക്കും ചെയ്യേണ്ട വ്യക്തിനോട് പറയുമ്പോൾ അദ്ദേഹം വരെ പറയും, നിങ്ങൾ ഇത് ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ലേറ്റ് നമ്മളോട് നിങ്ങളെ ഇങ്ങനെ പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾ അത് ചെയ്തു തരും എന്ന് അവർക്ക് ഓൾറെഡി അറിയാം. അവരിത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ ആ അവയർനെസ് വന്നുകൊണ്ട് നമ്മളോട് ചില ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ വർക്ക് അവിടെ പെൻഡിങ് ആക്കിയിട്ട് ഇതിന്റെ പിന്നാലെ പോകുമ്പോൾ എന്തായി, ഇത് നമ്മളുടെ അവിടെ നിൽക്കുകയും ചെയ്യും. അത് അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുത്ത് പോവുകയും ചെയ്യും. അവസാനം നമ്മൾ വിചാരിക്കും ഇപ്പൊ എന്തായത്, എന്റെ കാര്യം അവിടെ കിടന്നു. അതുകൊണ്ട് തിരിച്ച് ചിലപ്പോൾ അവരത് നേടിയെടുത്ത് പോകുമ്പോൾ ഒരു തിരിച്ചൊരു താങ്ക്സ് പറയാനുള്ള ഒരു ചിലപ്പോൾ മനസ്സുപോലെ അവർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരത് മറന്നു പോയിട്ടുണ്ട്. അവരതല്ല ഉദ്ദേശിച്ചത്. അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടണം. സൈക്കോളജിക്കൽ ഒരു ഗെയിമാണ്. അപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ സാർക്ക് അത് ചെയ്തിട്ടുണ്ട്, സാർ എന്നാ അവിടെ എത്തുക, എനിക്ക് ഇന്ന് ഇത്രയും പൈസ ഒന്ന് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തു തരാം, അത് വരുന്ന വെയിറ്റ് ചെയ്തേ പറ്റും, ഞാൻ തീർച്ചയായിട്ടും സാർക്ക് ചെയ്തു. ഇപ്പൊ എന്താ പറയുക, ഒരു ക്ലാഷ് ഇല്ല റിലേഷൻഷിപ്പിൽ. എനിക്കിത് പറ്റുന്നില്ല, എന്റെ എത്രയോ പണികൾ പെൻഡിങ് ആവാന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാഷ് വന്നു. അപ്പൊ ആ റിലേഷൻഷിപ്പ് പ്രശ്നമായി. അവർ കളിക്കുന്ന കളി എനിക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കി ആ കളിയിൽ ഞാൻ എന്ത് കളി കളിക്കണം എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം പലപ്പോഴും ഞാൻ അവെയർ ആയ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ എന്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇതൊന്നും അറിയാതെ എത്ര കുഴികളിൽ ഞാൻ വീണ് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. പിന്നീട് ഓരോ കാര്യങ്ങളും വളരെ
ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ആ കുഴികളിൽ വീഴാതെ ഇരിക്കും എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി ഒരു സെൻസോട് കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത്, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കളികൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ആ കളികളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അവെയർ ആവേണ്ട ഇത്തരം കളികളെ കുറിച്ച് എപ്പോഴും നമ്മൾ ഒന്ന് അവെയർ ആവുക. നമ്മൾ ഫണ്ണി ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണ് ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ ഈ ചെറുപ്രായ പിള്ളേരുടെ കയ്യിലൊക്കെ ഈ ടോപ്പിക്ക് നല്ലതാണ്. കാരണം അത് അവരെ നമ്മളെ ഒരു കളിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മളെ ഒരു അവയർനെസ് മേഡം പറഞ്ഞതിൽ ഉള്ളത്. കാരണം അതൊരു ഇപ്പോൾ നമ്മളതില് നമ്മള് നാടൻ ഭാഷ പറയല്ലേ, നമ്മള് എന്താ മറ്റേ നമ്മള് അവര് പറയുന്ന രീതിയിലൊക്കെ നമ്മള് നിന്ന് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മറ്റേ കാര്യം മനസ്സിലായത് വിട്ടു നിൽക്കേണ്ട അവസ്ഥ മാറി വരേണ്ട ആവശ്യം വരുന്നു. കാര്യങ്ങളൊക്കെ നല്ലതില് മാം പറഞ്ഞു തന്നതിൽ നന്നായിട്ടുണ്ട്. നല്ല ടോപ്പിക്കായിരുന്നു. താങ്ക് യു. മുത്തൂർ സാർക്ക് ഈ ടോപ്പിക് എവിടെയോ ഒന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്. കാരണം മുത്തൂർ സാർ പറഞ്ഞു, ഇപ്പോ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ അവസാനം അവർ പറയുക എന്താണെന്നറിയോ, അത് നിങ്ങൾ അപ്പൊ ചോദിച്ചപ്പോ എനിക്ക് പൈസ എടുത്ത് തന്നിട്ടല്ലേ, അന്ന് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അപ്പൊ ആര് വിട്ടു? അവര് കോളടിച്ചു. നമ്മൾ അപ്പോഴും അപ്പൊ കൊടുത്തതാണോ തെറ്റ്? സി ദിസ് ഇസ് എ ഗെയിം ദെയർ പ്ലീസ്. അവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മളെ കയ്യിലാണ്. അപ്പൊ കോള് പന്തിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ഫിഫ വേൾഡ് കപ്പ് കാണുന്നത് നല്ലതാണ്, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ കാര്യങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ഓർക്കുക. അതിനനുസരിച്ച് റെസ്പോണ്ട്. ജോലി കളഞ്ഞ് ഫിഫ വേൾഡ് കപ്പ് കാണാതിരിക്കുക. കാരണം അത് എന്നെ ബാധിച്ചു. അവർ കളിക്കുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് എന്നെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വീടുകളിൽ എങ്ങനെയെങ്കിലും ഈ ഗെയിംസിൽ പെട്ടുപോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് മനസ്സിലാവുക. ആ കളികൾ ബുദ്ധിപരമായിട്ട് ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനും കളിക്കും എന്ന് ഓർക്കുക. Ask always how I can manage this. You will find a solution. Practice this. This will help you. അതൊരു നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. താങ്ക് യു പ്രവീണ മാം. നമ്മളെ ടൈം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പറയാണ്. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഈ NLPന്റെ കുറെ ടെക്നിക്കുകൾ, ഈഗോ സ്റ്റേജിനെ കുറിച്ചും ആ NLP ട്രെയിനർ ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. ഒന്ന് പിന്നെ നമുക്ക് ഇനി ആരും ഇല്ലല്ലോ പറയാൻ. മറ്റുള്ളവർ ഒരു പാറ്റേണായി കൊണ്ടു നടക്കുന്ന ഗെയിം ഒബ്സർവ് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊരു അഡൾട്ട് സ്റ്റേജിലേക്ക് വന്ന് അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ ഒഴിവാക്കി പറയേണ്ടത് ഓപ്പണായി പറയുക. അതായത് നമ്മുടെ ആ സൂപ്പർ നാച്ചുറൽ പവറിന്റെ ആ ഒരു ഹെൽപ്പോടുകൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടുക എന്ന നല്ലൊരു സെഷൻ നമുക്ക് തന്ന പ്രവീണ മാമിന് നന്ദി പറയുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. Thank you, Pravina ma'am. Thank you all. Thank you, ma'am. Thank you.